125 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ഇപ്പോൾ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി ആയ ബാബയുടെ മടിത്തട്ടിൽ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിൽ പോലും ഹോളി അഥവാ പവിത്രം ആകേണ്ടതുണ്ട്. ചോദ്യം: ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആയ കുട്ടികളുടെ ലഹരിയും അടയാളങ്ങളും എന്തായിരിക്കും? ഉത്തരം: അവർക്ക് ഈ ലഹരി ഉണ്ടായിരിക്കും. നമ്മൾ ഹോളിയസ്റ്റ് ഓഫ് ദി ഹോളി ആയ ബാബയുടെ മടിത്തട്ടിൽ വന്നിരിക്കുന്നു. നമ്മൾ ഹോളിയസ്റ്റായ ദേവീ ദേവന്മാരാകുന്നു. അവരുടെ ഉള്ളിൽ മനസ്സിൽ പോലും മോശമായ ചിന്തകൾ വരിക സാധ്യമല്ല. അവർ സുഗന്ധമുള്ള പുഷ്പമായിരിക്കും. അവരിൽ നിന്നും യാതൊരു തലകീഴായ കർമ്മവും ഉണ്ടാവുകയില്ല. അവർ അന്തർമുഖരായി തൻ്റെ പരിശോധന നടത്തും. എന്നിൽ നിന്നും എല്ലാവർക്കും സുഗന്ധം ലഭിക്കുന്നുണ്ടോ? എൻ്റെ കണ്ണുകൾ ആരിലും കുടുങ്ങുന്നില്ലല്ലോ. ഗീതം: നിന്റെ വീഥിയിൽ മരിക്കണം. ഓം ശാന്തി. കുട്ടികൾ ഗീതം കേട്ടു. പിന്നെ അതിൻ്റെ അർത്ഥവും ഉള്ളിൽ വിചാരസാഗര മഥനം ചെയ്ത് കണ്ടെത്തേണ്ടതാണ്. നിന്റെ വീഥിയിൽ മരിക്കണം എന്ന് പറഞ്ഞതാരാണ്? ആത്മാവാണ് പറഞ്ഞത്. കാരണം ആത്മാവ് പതീതമാണ്. പാവനം എന്ന് അന്തിമത്തിലാണ് പറയുന്നത്. അഥവാ ശരീരവും പാവനമായത് ലഭിക്കുമ്പോഴാണ് പാവനം എന്ന് പറയുന്നത്. ഇപ്പോഴാണെങ്കിൽ പുരുഷാർത്ഥിയാണ്. ബാബയുടെ അടുക്കൽ വന്ന് മരിക്കേണ്ടതുണ്ട് എന്നും അറിയുന്നു. ഒരു പിതാവിനെ ഉപേക്ഷിച്ച് മറ്റൊന്ന് സ്വീകരിക്കുക എന്നാൽ ഒന്നിൽ നിന്നും മരിച്ച് രണ്ടാമത്തേതിൻ്റെ അടുത്ത് ജീവിക്കുക എന്നാണ്. ലൗകിക പിതാവിൻ്റെയും കുട്ടി ശരീരം ഉപേക്ഷിക്കുന്നു എങ്കിൽ രണ്ടാമതൊരു പിതാവിൻ്റെ അടുക്കൽ പോയി ജനിക്കുമല്ലോ. ഇതും ഇങ്ങനെ തന്നെ. മരിച്ച ശേഷം പിന്നെ ഹോളിയസ്റ്റ് ഓഫ് ഹോളിയുടെ മടിത്തട്ടിലേക്ക് നിങ്ങൾ പോകുന്നു. ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആരാണ്? ബാബ. ഹോളി ആരാണ്? സന്യാസി. അതെ, ഈ സന്യാസിമാരെയും മറ്റും ഹോളി എന്ന് പറയും. നിങ്ങളും സന്യാസിമാരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ ഹോളിയാകുന്നു. എങ്കിലും ജന്മം പതീതരിൽ നിന്നുമാണല്ലോ എടുക്കുന്നത്. നിങ്ങൾ ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളി ആകുന്നു. നിങ്ങളെ ആക്കുന്നത് ഹോളിയസ്റ്റ് ഓഫ് ഹോളിയായ ബാബയാണ്. അവർ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഹോളിയാകുന്നു. ആത്മാവ് പവിത്രമാകുന്നുവല്ലോ. നിങ്ങൾ സ്വർഗത്തിലെ ദേവീ ദേവതമാർ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഹോളിയസ്റ്റ് ഓഫ് ഹോളിയാകുന്നു. നിങ്ങളുടെ ഈ സന്യാസം പരിധിയില്ലാത്തതാണ്. അതാണ് പരിധിയുള്ളത്. അവർ ഹോളിയാകുന്നു. നിങ്ങൾ ആകുന്നത് ഹോളിയസ്റ്റ് ഓഫ് ഹോളിയാണ്. ബുദ്ധിയും പറയുന്നു, നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോവുകയാണ്. ആ സന്യാസിമാർ വരുന്നത് തന്നെ രജോയിലാണ്. വ്യത്യാസമുണ്ടായല്ലോ. രജോ എവിടെ? സദോ പ്രധാനം എവിടെ? നിങ്ങൾ ഹോളിയസ്റ്റ് ഓഫ് ഹോളിയിലൂടെ ഹോളിയസ്റ്റ് ആകുന്നു. ആ ഒന്ന് ജ്ഞാനസാഗരവുമാണ്, സ്നേഹത്തിൻ്റെ സാഗരവുമാണ്. ഇംഗ്ലീഷിൽ ഓഷ്യൻ ഓഫ് നോളജ്, ഓഷ്യൻ ഓഫ് ലവ് എന്ന് പറയുന്നു. നിങ്ങളെ എത്ര ഉയർന്നതാക്കി മാറ്റുന്നു. ഇങ്ങനെ ഉയർന്നതിലും ഉയർന്ന് ഹോളിയസ്റ്റ് ഓഫ് ഹോളിയെ വിളിക്കുന്നു. വന്ന് പതീതരെ പാവനമാക്കി മാറ്റൂ. പതീത ലോകത്തിൽ വന്ന് നമ്മളെ ഹോളിയസ്റ്റ് ഓഫ് ഹോളിയാക്കൂ. അപ്പോൾ കുട്ടികൾക്ക് ഇത്രയും ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മെ ആരാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ എന്താകും? ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. കുട്ടികൾ എഴുതുന്നുണ്ട്, ബാബ, മായ നമുക്ക് വളരെയധികം കൊടുങ്കാറ്റ് കൊണ്ടുവരുന്നു. നമ്മെ മനസ്സ ശുദ്ധമാകുവാൻ അനുവദിക്കുന്നില്ല. നമുക്ക് ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആകേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്
ഇങ്ങനെയുള്ള മോശമായ സങ്കല്പങ്ങൾ വരുന്നത്? ബാബ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ തീർത്തും അൺഹോളിയസ്റ്റ് ഓഫ് ഹോളി ആയിരിക്കുന്നു. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ഇപ്പോൾ ബാബ വീണ്ടും നിങ്ങളെ ശക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഈ ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത്? ഈ ലക്ഷ്മി നാരായണനെ ഇങ്ങനെ ആരാണ് ആക്കിയത്? ഭാരതം സ്വർഗമായിരുന്നുവല്ലോ. ഈ സമയം ഭാരതം തമോ പ്രധാനവും ഭ്രഷ്ടാചാരിയുമാണ്. പിന്നെ ഇതിനെ നമ്മൾ ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആക്കുന്നവൻ തീർച്ചയായും വേണമല്ലോ. സ്വയം തന്നിലും ആ ലഹരി വരേണ്ടതാണ്. നമുക്ക് ദേവത ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇങ്ങനെയുള്ള ഗുണങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. തികച്ചും താഴെ നിന്നും മുകളിൽ കയറിയിരിക്കുകയാണ്. ഏണിപ്പടിയിലും ഉയർച്ചയും വീഴ്ചയും എഴുതിയിട്ടുണ്ടല്ലോ. ആരാണോ താഴെ വീണിരിക്കുന്നത് അവർ എങ്ങനെയാണ് സ്വയം ഹോളിയസ്റ്റ് ഓഫ് ഹോളി എന്ന് പറയുക? ഹോളിയസ്റ്റ് ഓഫ് ഹോളിയായ ബാബ തന്നെ വന്ന് കുട്ടികളെ ആക്കി മാറ്റുന്നു. നിങ്ങൾ ഇവിടെ വന്നത് തന്നെ വിശ്വത്തിൻ്റെ അധികാരിയും ഹോളിയസ്റ്റ് ഓഫ് ഹോളിയും ആകുന്നതിനു വേണ്ടിയാണ്. അപ്പോൾ എത്ര ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്? ബാബ നമ്മെ ഇത്രയും ഉയർന്നതാക്കി മാറ്റാൻ വന്നിരിക്കുന്നു. മനസ്സ വാച കർമ്മണ പവിത്രമാകണം, സുഗന്ധമുള്ള പുഷ്പമാകണം. സത്യയുഗത്തെ പറയുന്നത് തന്നെ പുഷ്പങ്ങളുടെ പൂന്തോട്ടം എന്നാണ്. യാതൊരു ദുർഗന്ധവും ഉണ്ടായിരിക്കരുത്. ദുർഗന്ധം എന്ന ദേഹ അഭിമാനത്തെയാണ് പറയുന്നത്. കുദൃഷ്ടി ആരിലേക്കും പോകരുത്. മനസ്സ് വേദനിക്കുകയും കണക്കുണ്ടാവുകയും ചെയ്യും വിധത്തിലുള്ള തലകീഴായ കാര്യമുണ്ടാകരുത്. നിങ്ങൾ 21 ജന്മത്തേക്ക് ധനം ശേഖരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ വളരെയധികം സമ്പത്തുള്ളവരായിക്കൊണ്ടിരിക്കുന്നു. തൻ്റെ ആത്മാവിനെ നോക്കണം. നമ്മൾ ദൈവിക ഗുണങ്ങളാൽ നിറഞ്ഞവരാണോ? എങ്ങനെയാണോ ബാബ പറയുന്നത് അതേപോലെ നമ്മൾ പുരുഷാർത്ഥം ചെയ്യുന്നു. നിങ്ങളുടെ എയിം ഓബ്ജക്റ്റ് നോക്കൂ, എങ്ങനെയുള്ളതാണ്? സന്യാസിമാരെവിടെ? നിങ്ങളെവിടെ? കുട്ടികളായ നിങ്ങൾക്ക് ലഹരി ഉണ്ടാകേണ്ടതാണ്. നമ്മൾ ആരുടെ മടിത്തട്ടിലാണ് വന്നിരിക്കുന്നത്? നമ്മളെ എന്താക്കി മാറ്റുകയാണ്? അന്തർമുഖമായി നോക്കണം. നമ്മൾ എവിടം വരെ യോഗ്യരായി? നമ്മൾ എത്ര പുഷ്പമായി മാറേണ്ടതാണ്? അപ്പോൾ സർവർക്കും ജ്ഞാനത്തിൻ്റെ സുഗന്ധമാണോ വരുന്നത്? നിങ്ങൾ അനേകർക്ക് സുഗന്ധം കൊടുക്കുന്നുവല്ലോ, തനിക്ക് സമാനമാക്കി മാറ്റുന്നു. ആദ്യം ലഹരി ഉണ്ടാകേണ്ടതാണ്. നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ്? അവരെല്ലാം ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരാണ്. ഒരു പരംപിത പരമാത്മാവിനല്ലാതെ മറ്റാർക്കും ജ്ഞാനമാർഗത്തിലെ ഗുരുവാകുവാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം ഭക്തിമാർഗത്തിലേതാണ്. ഭക്തി ഉണ്ടായിരിക്കുന്നത് കലിയുഗത്തിലാണ്. രാവണന്റെ പ്രവേശനം ഉണ്ടാകുന്നു. ഇതും ലോകത്തിൽ ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. സത്യയുഗത്തിൽ നമ്മൾ 16 കല സമ്പൂർണമായിരുന്നു. പിന്നെ ഒരു ദിവസമെങ്കിലും കടന്നുപോയി എങ്കിൽ അതിനെ പൗർണമി എന്ന് പറയുകയില്ല. ഇതും അങ്ങനെ തന്നെ. അല്പം പേനിനെ പോലെ ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായും 16 കല സമ്പൂർണമാകണം. അതും പകുതി കൽപ്പത്തേക്ക് വേണ്ടി. പിന്നെ കലകൾ കുറഞ്ഞു വരുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. അപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് എത്ര ലഹരി ഉണ്ടായിരിക്കണം? വളരെ പേർക്ക് ഇത് ബുദ്ധിയിൽ വരുന്നതേയില്ല. നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ്? ഓഷ്യൻ ഓഫ് നോളജ്. കുട്ടികളോട് പറയുന്നു, നമസ്തേ കുട്ടികളെ, നിങ്ങൾ ബ്രഹ്മാണ്ടത്തിൻ്റെയും അധികാരികളാണ്. അവിടെ എല്ലാവരും വസിക്കുന്നു. പിന്നെ നിങ്ങൾ വിശ്വത്തിൻ്റെയും അധികാരിയാകുന്നു. നിങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുന്നതിനായി ബാബ പറയുന്നു,
നിങ്ങൾ എന്നേക്കാൾ ഉയർന്നവരാകുന്നു. ഞാൻ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നില്ല. എന്നേക്കാൾ നിങ്ങളെ ഉയർന്ന മഹിമയുള്ളവരാക്കി മാറ്റുന്നു. പിതാവിൻ്റെ കുട്ടികൾ ഉയരങ്ങളിൽ കയറുമ്പോൾ ഇവർ പഠിച്ച് ഇത്രയും ഉയർന്ന പദവി നേടിയിരിക്കുന്നു എന്ന് പിതാവ് മനസ്സിലാക്കുമല്ലോ. ബാബയും പറയുന്നു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ തൻ്റെ പദവി എത്ര ആക്കുവാൻ ആഗ്രഹിക്കുന്നുവോ പുരുഷാർത്ഥം ചെയ്യൂ. ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യം ലഹരി കയറേണ്ടത് ആവശ്യമാണ്. ബാബയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് സംസാരിക്കുന്നു. ഇദ്ദേഹത്തിൽ തന്നെ ഉള്ളതുപോലെയാണ്. കുട്ടികളായ നിങ്ങൾ ആ ഒന്നിൻ്റേതാണല്ലോ. ഈ രഥവും ആ ഒന്നിൻ്റേതാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഹോളിയസ്റ്റ് ഓഫ് ഹോളിയായ ബാബ വന്നിരിക്കുന്നു, നിങ്ങളെ പാവനമാക്കി മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾ പിന്നെ മറ്റുള്ളവരെയും പാവനമാക്കൂ. ഞാൻ റിട്ടയർ ആകുന്നു. എപ്പോഴാണോ നിങ്ങൾ ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആകുന്നത്, അപ്പോൾ ഇവിടെ പതീതമായ ആർക്കും വരുവാൻ സാധിക്കില്ല. ഇത് ഹോളിയസ്റ്റ് ഓഫ് ഹോളിയുടെ ചർച്ചാണ്. ആ ചർച്ചിലാണെങ്കിൽ വികാരികളും എല്ലാം പോകുന്നുണ്ട്. എല്ലാവരും പതീതവും അൺഹോളിയുമാണ്. ഇതാണെങ്കിൽ വളരെ വലിയ ഹോളി ചേർച്ചാണ്. ഇവിടെ പതീതരായ ആർക്കെങ്കിലും പാദം പോലും വയ്ക്കുവാൻ സാധിക്കരുത്. എന്നാൽ ഇപ്പോൾ അത് ചെയ്യുവാൻ സാധിക്കില്ല. എപ്പോഴാണോ കുട്ടികളും ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇറക്കുന്നു. ഇവിടെ ആർക്കും ഉള്ളിലേക്ക് വരാൻ സാധിക്കരുത്. നമ്മളും വന്ന് സഭയിൽ ഇരിക്കട്ടെ എന്ന് ചോദിക്കുന്നു. ബാബ പറയുന്നു, ഓഫീസേഴ്സ് തുടങ്ങിയവരെ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവരെ ഇരുത്തേണ്ടി വരും. എപ്പോഴാണോ നിങ്ങളുടെ പേര് പ്രശസ്തമാകുന്നത്, പിന്നെ നിങ്ങൾക്ക് ഒന്നിൻ്റെയും ചിന്തയില്ല. ഇപ്പോൾ വയ്ക്കേണ്ടി വരുന്നു. ഹോളിയസ്റ്റ് ഓഫ് ദ ഹോളിയും വിഷമം സഹിക്കുന്നു. ഇപ്പോൾ വിലക്കുവാൻ സാധിക്കില്ല. പ്രഭാവം വരുമ്പോൾ പിന്നെ ലോകരുടെ ശത്രുത കുറഞ്ഞു വരും. നിങ്ങളും മനസ്സിലാക്കിച്ചു കൊടുക്കും, ബ്രാഹ്മണരായ നമ്മളെ രാജയോഗം പഠിപ്പിക്കുന്നത് ഹോളിയസ്റ്റ് ഓഫ് ഹോളിയായ ബാബയാണ്. സന്യാസിമാരെ ഹോളിയസ്റ്റ് ഓഫ് ഹോളി എന്ന് പറയില്ല. അവർ വരുന്നത് തന്നെ രജോ ഗുണത്തിലാണ്. അവർക്ക് വിശ്വത്തിൻ്റെ അധികാരിയാകാൻ സാധിക്കുമോ? ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥികളാണ്. ചിലപ്പോഴാണെങ്കിൽ വളരെ നല്ല പെരുമാറ്റമുണ്ടാകുന്നു, ചിലപ്പോഴാണെങ്കിൽ ദുഷ്പേരുണ്ടാക്കുന്ന പെരുമാറ്റമുണ്ടാകുന്നു. വളരെയധികം സെൻറ്റേഴ്സിൽ ഒന്നും അല്പം പോലും തിരിച്ചറിയാത്തവരും വരുന്നു. നിങ്ങൾ സ്വയവും മറന്നു പോകുന്നു നമ്മൾ എന്താണ് ആകുന്നത് എന്ന്. ഇവർ എന്താകും എന്ന് ബാബയും പെരുമാറ്റത്തിലൂടെ മനസ്സിലാക്കുന്നു. ഭാഗ്യത്തിൽ ഉയർന്ന പദവി ഉണ്ടായിരിക്കുകയാണെങ്കിൽ വളരെ റോയൽറ്റിയോടുകൂടി നടക്കും. കേവലം ഇത് ഓർമ്മയുണ്ടായിരിക്കണം, നമ്മെ പഠിപ്പിക്കുന്നത് ആരാണ്. എങ്കിലും തലയ്ക്ക് പിടിക്കുന്ന സന്തോഷമുണ്ടാകും. നമ്മൾ ഗോഡ് ഫാദർലി സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എത്ര റിഗാർഡ് ഉണ്ടായിരിക്കണം. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ സമയമെടുക്കും. ഓരോ കാര്യത്തിലും നമ്പർ വൈസ് ആയിരിക്കുക തന്നെ ചെയ്യും. കെട്ടിടവും ആദ്യം സദോ പ്രധാനമായിരിക്കും, പിന്നെ സദോ രജോ തമോ ആകുന്നു. ഇപ്പോൾ നിങ്ങൾ സദോ പ്രധാനവും 16 കലാ സമ്പൂർണവും ആകുന്നവരാണ്. ഭവനം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് സ്വർഗത്തിൻ്റെ ഭവനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സന്തോഷവും വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ്. ഭാരതം അൺഹോളിയസ്റ്റ് ഓഫ് അൺഹോളി ആയിരിക്കുന്നു. അതിനെ നമ്മൾ ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആക്കുന്നു. അപ്പോൾ തൻ്റെ മേൽ എത്ര ജാഗ്രത വയ്ക്കേണ്ടതാണ്. നമ്മുടെ പദവി തന്നെ ഭ്രഷ്ടമായി പോകും വിധത്തിൽ ആകരുത് നമ്മുടെ ദൃഷ്ടി. ബാബയ്ക്ക് എഴുതുകയാണെങ്കിൽ ബാബ എന്തു പറയും? അങ്ങനെ പാടില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു.
ആ ഒന്നിനെയും, അതായത് ബ്രഹ്മാവിനെയും ഇപ്പോൾ ഹോളിയസ്റ്റ് ഓഫ് ഹോളി എന്ന് പറയില്ല, ആയി മാറും. പിന്നെ ഈ ശരീരവും ഉണ്ടായിരിക്കില്ല. നിങ്ങളും ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആകുന്നു. ബാക്കി അതിൽ പദവികളുണ്ട്. അതിനുവേണ്ടി പുരുഷാർത്ഥം ചെയ്യണം, ചെയ്യിക്കുകയും വേണം. ബാബ പോയിന്റ്സ് വളരെയധികം നൽകിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും വന്നു എങ്കിൽ താരതമ്യം ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ഈ ഹോളിയസ്റ്റ് ഓഫ് ഹോളി എവിടെ, ആ ഹോളി അതായത് സന്യാസിമാർ എവിടെ എന്ന്. ഈ ലക്ഷ്മി നാരായണന്റെ ജന്മം തന്നെ സത്യയുഗത്തിലാണ് ഉണ്ടാകുന്നത്. അവർ, അതായത് സന്യാസിമാർ വരുന്നത് തന്നെ പിന്നീടാണ്. എത്ര വ്യത്യാസമുണ്ട്. കുട്ടികൾ മനസ്സിലാക്കുന്നു, ശിവ് ബാബ നമ്മെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, സ്വയം അശരീരി ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഉയർന്നതിലും ഉയർന്ന ശിവ് ബാബ പഠിപ്പിച്ച് ഉയർന്നതിലും ഉയർന്നതാക്കുന്നു. ബ്രഹ്മാവിലൂടെ നമ്മൾ ഇത് പഠിക്കുന്നു. ബ്രഹ്മാവ് തന്നെ വിഷ്ണു ആകുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. മനുഷ്യരാണെങ്കിൽ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയുടെ മേലും രാവണ രാജ്യമാണ്. ബ്രഹ്മാവിലൂടെ നമ്മൾ ഇത് പഠിക്കുകയാണ്. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു ആകുന്നത്. ഇതും നിങ്ങൾ അറിയുന്നു. മനുഷ്യർ യാതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയിലും രാവണ രാജ്യമാണ്. നിങ്ങൾ രാമരാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അതും നിങ്ങൾ അറിയുന്നു. ഡ്രാമ അനുസരിച്ച് നമ്മൾ സ്വർഗം സ്ഥാപിക്കുന്നതിന് യോഗ്യരായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ യോഗ്യമാക്കുകയാണ്. ബാബയ്ക്കല്ലാതെ ആർക്കും തന്നെ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്നാര് സ്വർഗത്ത് പോയി, മുക്തിധാമത്തിലേക്ക് പോയി എന്ന് കെട്ടുകഥകൾ പറയുന്നു. ബാബ പറയുന്നു, വികാരിയും പതീതരുമായ ആത്മാക്കൾക്ക് എങ്ങനെ ശാന്തിധാമത്തിലേക്ക് പോകും? നിങ്ങൾക്ക് പറയുവാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കട്ടെ ഇവർക്ക് എത്ര ലഹരിയാണുള്ളത് എന്ന്. എങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കാം എന്ന് വിചാരസാഗര മഥനം ചെയ്യൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഉള്ളിൽ വരണം. ക്ഷമ കാണിക്കുകയും വേണം. നമ്മളും യോഗ്യരായി മാറട്ടെ. ഭാരതവാസികൾ തന്നെയാണ് പൂർണ്ണമായും യോഗ്യരും പൂർണ്ണമായും അയോഗ്യരുമാകുന്നത്. മറ്റാരും ആകുന്നില്ല. ഇപ്പോൾ ബാബ നിങ്ങളെ യോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്നു. നോളജ് വളരെ രസമുള്ളതാണ്. നമ്മൾ ഈ ഭാരതത്തെ ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആക്കും എന്ന് ഉള്ളിൽ വളരെയധികം സന്തോഷമുണ്ടായിരിക്കുന്നു. വളരെ റോയൽ പെരുമാറ്റം ആവശ്യമാണ്. ആഹാരപാനീയങ്ങളിലൂടെയും പെരുമാറ്റത്തിലൂടെയും അറിയാൻ കഴിയുന്നു. ശിവ് ബാബ നിങ്ങളെ ഇത്ര ഉയർന്നതാക്കി മാറ്റുന്നു. ആ ഒന്നിൻ്റെ കുട്ടികളായിരിക്കുന്നു. അപ്പോൾ പേര് പ്രശസ്തമാക്കണം. ഇവർ ഹോളിയസ്റ്റ് ഓഫ് ഹോളിയുടെ കുട്ടികളാണ് എന്ന് മനസ്സിലാക്കും വിധം ആയിരിക്കണം പെരുമാറ്റം. പതുക്കെ പതുക്കെ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കും. മഹിമ വന്നുകൊണ്ടിരിക്കും. പിന്നെ പതീതരായ ആർക്കും ഉള്ളിൽ വരാൻ കഴിയാത്ത വിധം നിയമവ്യവസ്ഥകളെല്ലാം ഇറക്കും. ബാബയ്ക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ സമയം ആവശ്യമാണ്. കുട്ടികൾക്ക് വളരെയധികം പുരുഷാർത്ഥം ചെയ്യണം. തൻ്റെ രാജധാനിയും തയ്യാറാകണം. പിന്നീട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പിന്നെ ഇവിടെ നിന്നും താഴെ ആബു റോഡ് വരെയും ക്യൂ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകൂ. ബാബ നിങ്ങളുടെ ഭാഗ്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പദം ഭാഗ്യശാലി എന്നും നിയമാനുസൃതം പറയുന്നുവല്ലോ. പാദത്തിൽ പത്മം കാണിക്കുന്നുവല്ലോ. ഇതെല്ലാം കുട്ടികളായ നിങ്ങളുടെ മഹിമയാണ്. എങ്കിലും ബാബ പറയുന്നു, മന്മനാഭവ, ബാബയെ ഓർമ്മിക്കൂ. ശരി, മധുരമധുരമായ സിഖിലതേ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: മനസ്സ് നീറിക്കൊണ്ടിരിക്കും വിധത്തിലുള്ള
ഒരു കാര്യവും ചെയ്യരുത്. പൂർണ്ണമായും സുഗന്ധ പുഷ്പമാകണം. ദേഹാഭിമാനത്തിൻ്റെ ദുർഗന്ധം മാറ്റണം. പെരുമാറ്റം വളരെ റോയലാക്കി വെക്കണം. ഹോളിയസ്റ്റ് ഓഫ് ഹോളി ആകാനുള്ള പൂർണ്ണ പുരുഷാർത്ഥം ചെയ്യണം. പദവി ഭ്രഷ്ടമായി പോകും വിധത്തിലുള്ള ദൃഷ്ടി ഉണ്ടാകരുത്. വരദാനം. നിരാശയുടെ ചിതയിലിരിക്കുന്ന ആത്മാക്കൾക്ക് നവജീവിതത്തിൻ്റെ ദാനം നൽകുന്ന ത്രിമൂർത്തി പ്രാപ്തികളാൽ സമ്പന്നരായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ ബാബയിലൂടെ എല്ലാ കുട്ടികൾക്കും എവർ ഹെൽത്തിയും വെൽത്തിയും ഹാപ്പിയും ആയിരിക്കുന്നതിനുള്ള ത്രിമൂർത്തി വരദാനം പ്രാപ്തമാകുന്നു. ഏത് കുട്ടികളാണോ ഈ 3 പ്രാപ്തികൾ കൊണ്ടും സദാ സമ്പന്നം ആയിരിക്കുന്നത്, അവരുടെ ഭാഗ്യവും ഹർഷിതമുഖവും കണ്ട് മാനവ ജീവിതത്തിൽ ജീവിക്കുന്നതിനുള്ള ഉന്മേഷവും ഉത്സാഹവും വന്നു ചേരുന്നു. കാരണം ഇപ്പോൾ മനുഷ്യർ ജീവിച്ചിരിക്കുകയാണെങ്കിലും നിരാശയുടെ ചിതയിൽ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ആത്മാക്കളെ മർജീവ ആക്കൂ. പുതിയ ജീവിതത്തിൻ്റെ ദാനം നൽകൂ. സദാ സ്മൃതിയിൽ ഉണ്ടായിരിക്കണം. ഈ 3 പ്രാപ്തികളും നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. 3 ധാരണകൾക്കും വേണ്ടി ഡബിൾ അണ്ടർലൈൻ ചെയ്യൂ. സ്ലോഗൻ: വേറിട്ടവരും അധികാരിയുമായി കർമ്മത്തിൽ വരണം. ഇതുതന്നെയാണ് ബന്ധനമുക്ത സ്ഥിതി. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. കർമാതീതത്തിൻ്റെ അർത്ഥം തന്നെ സർവ പ്രകാരത്തിലുമുള്ള പരിധിയുള്ള സ്വഭാവ സംസ്കാരങ്ങളിൽ നിന്നും അതീതം, അതായത് വേറിട്ടത്. പരിധിയുള്ളതാണ് ബന്ധനം, പരിധിയില്ലാത്തതാണ് നിർബന്ധനം. ബ്രഹ്മബാബയ്ക്ക് സമാനം ഇപ്പോൾ പരിധിയുള്ള എൻ്റേത് എന്നതിൽ നിന്നും മുക്തമാകുന്നതിൻ്റെ, അതായത് കർമാതീതം ആകുന്നതിൻ്റെ അവ്യക്ത ദിവസം ആഘോഷിക്കൂ. ഇതിനെ തന്നെയാണ് സ്നേഹത്തിൻ്റെ തെളിവ് എന്ന് പറയുന്നത്. ഓം ശാന്തി. മനസ്സിൻ്റെ ഏകാഗ്രതയുടെ ശക്തിയിലൂടെ ഞാൻ ഈ ശബ്ദത്തിൻ്റെ ലോകത്തിൽ നിന്നും ഉപരി ആവുകയാണ്. അതിസൂക്ഷ്മ ജ്യോതിർബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് ഒരു സെക്കൻഡിൽ ശബ്ദത്തിനുപരിയായ എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ എത്തിച്ചേരുകയാണ്. മധുരമായ നിശബ്ദത നിറഞ്ഞ ദിവ്യമായ ശാന്തത നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ എൻ്റെ അനാദി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാവിൻ്റെ സമീപത്ത് പരമാത്മാ ഛത്രഛായയിൽ ആ ദിവ്യ പ്രേമത്തിൻ്റെ പരിപാലനയിൽ
അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ലയിച്ചിരിക്കുകയാണ്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ ഛത്രഛായയിൽ ഞാൻ സർവ വരദാനങ്ങൾ കൊണ്ടും സമ്പന്നമായി സന്തുഷ്ടമണി ആയിരിക്കുന്നു. എന്നിൽ നിന്നും സന്തോഷത്തിൻ്റെ അലകൾ നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ശബ്ദത്തിൻ്റെ ലോകത്തിൽ പല പല ചിന്തകളാൽ, പല പല വിഘ്നങ്ങളാൽ പരവശരായ ആത്മാക്കളിൽ ഈ സന്തുഷ്ടതയുടെ അലകൾ എത്തിച്ചേരട്ടെ. പരിപാവനമായ ഈശ്വര സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈ കിരണങ്ങൾ അവരുടെ ആത്മാവിനെ സ്പർശിച്ച് അവരെയും സന്തുഷ്ടമണിയാക്കി മാറ്റട്ടെ. അവരിലെ ചിന്തകൾ അകന്നു പോകട്ടെ. പരമാത്മാ സ്നേഹസ്പർശം അവരിലും ഈശ്വരീയ സ്നേഹത്തിൻ്റെ ദിവ്യ അനുഭവം വരുത്തട്ടെ.